ഇസ്രായേലിൻ്റെ ആത്മാവിന് മുറിവേറ്റ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് എവിടെ അവസാനിപ്പിക്കണം എന്നോ ഏത് തരത്തിലാണ് ഇത് നിർത്തേണ്ടത് എന്നോ ഒരു ധാരണയുമില്ലാത്ത രീതിയിൽ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇതിനൊരു കൃത്യമായിരിക്കുന്ന ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അമേരിക്ക പോലും പരാജയപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും യഥാർത്ഥത്തിൽ അമേരിക്കക്കുമില്ല. അതോടനുബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ലോക ചരിത്രത്തിൽ, ലോക രാഷ്ട്രീയത്തിലെല്ലാം, ലോക രാഷ്ട്രങ്ങൾക്കിടയിലും ചർച്ച ചെയ്യുന്നത് നെതന്യാഹുവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. നെതന്യാഹു ജീവനോടെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇസ്രായേൽ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. AI ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിലുള്ള വീഡിയോകളും പ്രസംഗങ്ങളും സംസാരങ്ങളും കാപ്പി കുടിക്കുന്നത് അടക്കമുള്ള പലതും പുറത്തിറക്കിയതിനോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് പിറകിൽ പ്രവർത്തിക്കുന്നതും ഇസ്രായേലിൽ തന്നെ ഒരു വിഭാഗമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ ഇറാൻ പറയുന്നു ഞങ്ങൾ വധിച്ചിട്ടുണ്ട് എന്ന്. അത് സ്ഥിരീകരിക്കേണ്ടത് പിന്നീട് ഇസ്രായേലാണ്. ഇസ്രായേൽ ഇപ്പോൾ ജീവനോടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, അതേ ജർമ്മനിയിലേക്ക് പോയിട്ടുണ്ട്, മറ്റു രാജ്യത്തിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ അതിൻ്റെ ഒരു വിശ്വാസ്യത ഇപ്പോഴും ലോകം ഏറ്റെടുത്തിട്ടില്ല. അല്ലെങ്കിൽ ലോകത്തിന് ഇപ്പോൾ അത് വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അഥവാ ഇസ്രായേലിനിപ്പോൾ നേതൃത്വം നൽകാൻ ആളില്ലാത്ത സ്ഥിതി സംജാതമായിരിക്കുന്നു എന്ന് ചുരുക്കം. വിശാല ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി എല്ലാ അറബ് രാജ്യങ്ങളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിൻ്റെ കൃത്യമായിരിക്കുന്ന പ്ലാനോടുകൂടി വല്ലാതെ വൈകാതെ തങ്ങൾ ആ സാമ്രാജ്യം സ്ഥാപിച്ചുകൊണ്ട് ലോകത്തെ അറിയിക്കും എന്ന് പ്രഖ്യാപിക്കപ്പെട്ട, അല്ലെങ്കിൽ അതിന് തന്നെ ദൈവം നിയോഗിച്ചിട്ടുണ്ട് എന്ന് UN സഭയിൽ വെച്ച് ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ച നേതാവിൻ്റെ പേരാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അയാൾക്ക് യഥാർത്ഥത്തിൽ അയാളുടെ ജീവൻ പോലും രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ നാണക്കേടിൽ നിന്ന് ഇസ്രായേലിന് മാറി നിൽക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും സ്ഥിതി പരുങ്ങലിലാണ്. ഇസ്രായേൽ ഇല്ലാത്ത ഒരു അമേരിക്ക, അല്ലെങ്കിൽ നെതന്യാഹു ഇല്ലാത്ത ഒരു ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത രീതിയിൽ അവർക്കൊരു വലിയ രീതിയിലൊരു മൈനസായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലാറ്റ്ഫോം, അത് സോഷ്യൽ മീഡിയ അങ്ങനെ തന്നെ ചർച്ച ചെയ്യുന്നു. നമ്മളിപ്പോൾ ഇതിൽ ഇടുന്നതിലെ പ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളും അത് തന്നെയാണ്. അതിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഓരോരോ വ്യക്തികളും അവരുടെ നിലപാടുകൾ പറയുകയാണ്, അഭിപ്രായങ്ങൾ പറയുകയാണ്. അത് സംഘടനയുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, സ്വതന്ത്രരായിരിക്കുന്ന വ്യക്തികളുണ്ട്, വ്യവസായികളുണ്ട്. കംപ്ലീറ്റ് ആളുകളും പറയുന്ന ഒരേ ഭാഷയാണ്, ഒരേ രീതിയാണ്. അത് നെതന്യാഹു ഇല്ല. നെതന്യാഹുവിൻ്റെ മകൻ, നെതന്യാഹുവിൻ്റെ ഭാര്യ, പ്രതിരോധ മന്ത്രി, ഇവരെ ഒരേ സമയത്ത് ഇറാൻ്റെ മിസൈൽ പതിച്ചുകൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു. എത്ര കാലം ഇസ്രായേലിന് മൂടി വെക്കാൻ പറ്റും? ഇസ്രായേൽ ഇപ്പോൾ മൂടി വെക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത് തന്നെ അവരുടെ യുദ്ധം പരാജയപ്പെട്ടു പോകും, സൈനികർക്ക് വലിയ നിരാശയുണ്ടാവും, മുന്നേറാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യമായിട്ട് നിലനിൽക്കുക എന്നുള്ളത് പോലും വലിയ പ്രയാസമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി മരണം സ്ഥിരീകരിക്കാതിരിക്കുക, മരിച്ചിട്ടില്ല എന്ന് പറയുക, പുതിയ പ്രസ്താവനകളോ പുതിയ നിലപാടുകളോ ഒക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ സമൂഹത്തെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ ലോക രാജ്യങ്ങളോട് കള്ളത്തരം പറഞ്ഞ് കഴിഞ്ഞിട്ട് പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തുന്നത്. പക്ഷേ അതൊന്നും വേണ്ട വിധം ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ യുദ്ധം എന്ന് പറയുന്നത് ഇറാനെ അമ്പെ പരാജയപ്പെടുത്തുക, അവിടെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക, ഭരണം അട്ടിമറിക്കുക, അവിടുത്തെ പുതിയ പഹ്ലവി ഭരണ സംവിധാനത്തെ അധികാരത്തിൽ കൊണ്ടുവരിക, ഒരു യൂറോപ്യൻ സംസ്കാരം ഇറാനിൽ ഉണ്ടാക്കുന്നതോട് കൂടിയിട്ട് ഇറാൻ നിലംപൊത്തും. ഇറാൻ നിലംപൊത്തി കഴിഞ്ഞാൽ ഒരു ഇറാൻ രാജ്യം മാത്രമല്ല, അറേബ്യൻ രാജ്യങ്ങൾ അപ്പാടെയും കീഴ്പ്പെടും. പിന്നീട് ഉയർത്തെഴുന്നേൽക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്ര ഭരണാധികാരിയും ഇല്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വലിയ പ്രതിസന്ധികളുണ്ടാവും, വലിയ വിഷയങ്ങളുണ്ടാവും. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വതന്ത്രമായ രീതിയിൽ നിലനിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഈ ഇറാൻ്റെ ശക്തി ഉണ്ടെങ്കിലുണ്ടാവും. ഇറാൻ്റെ ശക്തി ക്ഷയിച്ചാൽ അവർക്ക് പിന്നെ വെല്ലുവിളിയില്ല. അതോടൊപ്പം തന്നെ അറേബ്യൻ രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ പോലും ഇടപെടാൻ സാധിക്കുന്ന വിധം മിഡിൽ ഈസ്റ്റ് മേഖലയെ മാറ്റി എഴുതാൻ വേണ്ടി സാധിക്കും എന്നൊരു പ്രത്യേകതയുണ്ട്.
അപ്പോൾ ഇപ്പോൾ ഇവർ കണക്ക് കൂട്ടുന്നതും ഏറെക്കുറെ അങ്ങനെയാണ്. പക്ഷേ സ്ഥിതികൾക്ക് മാറ്റങ്ങൾ വന്നു. അപ്രതീക്ഷിതമായിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അപ്രതീക്ഷിത രീതിക്കപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വിഷണ്ണരായിരിക്കുന്ന ഒരു ഇസ്രായേലിനെയാണ് ലോകം കാണുന്നത്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇതിന് മുൻപൊന്നും അങ്ങനെ ഒരു സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംരക്ഷിക്കുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അമേരിക്കയുടെ സൈനികരെ സംരക്ഷിക്കാനും സംവിധാനത്തെ സംരക്ഷിക്കാനും അവരുടെ യുദ്ധവിമാനങ്ങളെയോ യുദ്ധക്കപ്പലിനെയോ പടക്കോപ്പുകളെ സംരക്ഷിക്കാനും പോലും സാധിക്കാത്ത വിധമാണ് ഇറാൻ്റെ മിസൈൽ ആക്രമണം. ഇവിടെ ഇറാൻ ഒറ്റക്കല്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒറ്റയ്ക്ക് ഇറാൻ യുദ്ധം നയിക്കുന്നില്ല. ഇറാൻ്റെ പിറകിൽ ശക്തമായ രീതിയിൽ ആയുധ പ്രതിരോധ സംവിധാനങ്ങൾ നൽകിക്കൊണ്ട് റഷ്യയും ചൈനയും കൊറിയയും ഉണ്ട് എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് പറഞ്ഞ കണക്കിന് ഇപ്പോൾ ഇറാനിൽ ഏതാനും ഒരാഴ്ച മുമ്പ് തന്നെ അവിടെ ഭരണം അട്ടിമറിഞ്ഞുകൊണ്ട് പുതിയ ഭരണ സംവിധാനങ്ങൾ വരണം. ഇല്ല എന്ന് മാത്രമല്ല, യുദ്ധം വിരാമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, യുദ്ധത്തിലൊരു വെടിനിർത്തൽ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നത് ആന്തരികമായിട്ട് അമേരിക്ക തന്നെയാണ്. അമേരിക്കയുടെ സ്വന്തം വലത് കൈ എന്ന് പറയുന്ന പോലെയുള്ള പാകിസ്ഥാൻ ഇതിനെ ഉപയോഗപ്പെടുത്തി. പാകിസ്ഥാനും അറബ് രാജ്യങ്ങളും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ വലിയ ബന്ധമാണ്. ഇറാനുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇറാനും സൗദി അറേബ്യയും അറബ് രാജ്യങ്ങളുമായിട്ട് അങ്ങനെയും ബന്ധമുണ്ട്. ഇപ്പോഴത്തെ ഒരു യുദ്ധത്തിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ആക്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബന്ധമെല്ലാം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടും ചില കണ്ടീഷനുകൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നു. അതിൽ പ്രധാനമായിരിക്കുന്ന കണ്ടീഷൻ ഇറാൻ പറയുന്നത്, മേലിൽ ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടാവില്ലെന്ന് വ്യവസ്ഥാപിതമായിരിക്കുന്ന കരാറോട് കൂടിയിട്ട് ഒരു കൃത്യത വരുത്തണം. അതിന് മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ ആരാണോ അവർക്കതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാവും. ഇതൊരു കണിശമായിരിക്കുന്ന ഒരു പ്രയോഗമാണ്, കണിശമായിരിക്കുന്ന ഒരു വാക്കാണ്. അതിന് മുൻപിലാണ് യഥാർത്ഥത്തിൽ പകച്ചു പോകുന്നത്. ഏത് കരാറാണ് വെക്കാൻ വേണ്ടി പറ്റുക? ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് അത് പാലിക്കാൻ വേണ്ടിയിട്ട് ഈ കരാർ വ്യവസ്ഥയിൽ പെടുന്ന ആ രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഇറാനുമായിട്ട് ഉടക്കേണ്ട ഒരു സ്ഥിതി വന്നാൽ ഇറാൻ ചെറിയ ശക്തിയല്ല, ലോകത്തിലെ വമ്പൻ ശക്തികളുടെ ലിസ്റ്റിലേക്ക് ഇറാൻ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറിയിരിക്കുന്നു. ലോകത്തിൽ ക്ഷയിക്കപ്പെട്ട രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വംശനാശം വന്ന പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കാത്ത വിധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും നിലപാടുകളും. അതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ തിരോധാനം എന്ന് തന്നെയാണ് പറയുന്നത്. കാണുന്നില്ല, അത് ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ള കൃത്യമായ രീതി തെളിയിച്ചു കൊടുക്കാൻ ആർക്കോട്ട് സാധിക്കുന്നില്ല. അത് പല തരത്തിലും അത് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തി. എല്ലാവിധ അത്യാധുനികമായിരിക്കുന്ന സംവിധാനങ്ങളും ശാസ്ത്രീയപരമായിരിക്കുന്ന AI കാര്യങ്ങളൊക്കെ ഇടപെടിച്ചു കൊണ്ട് നോക്കിയിട്ടും അത് യഥാർത്ഥത്തിൽ പരാജയമാണ്. കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്നില്ല എന്നുള്ളിടത്താണ് ഈ വിഷയങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ മേഖലയിൽ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാത്തൊരു സ്ഥിതിയുമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ആ രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ സംരക്ഷിക്കണം, അതേപോലെ തന്നെ അമേരിക്കയുടെ സൈനികർക്ക് അപകടം ഉണ്ടാവാനും പാടില്ല, എന്നാലോ ഇറാൻ പരാജയപ്പെടുകയും വേണം. ഇത് 2-3 ഉദ്ദേശങ്ങൾ ഒരേ സമയത്ത് ഒരിക്കലും നടക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കൃത്യമായിരിക്കുന്ന സത്യം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയിരിക്കുന്ന സൈനികപരമായിരിക്കുന്ന ബലവും അതിൻ്റെ ശക്തിയും അതിൻ്റെ ആയുധങ്ങളുടെ പ്രഹരശേഷിയും ഇത് എങ്ങനെ അവർ ഒപ്പിച്ചു എന്നതിനെക്കുറിച്ചുള്ള വലിയ പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയാകാത്തൊരു പഠനമായിട്ട് അത് അവസാനിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്, ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം അത് മണ്ടത്തരമായി പോയി എന്നുള്ളത് ഇസ്രായേലും അമേരിക്കക്കും ലോകരാജ്യങ്ങൾക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. ഏകദേശം 18ഓളം രാജ്യങ്ങളെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഈ ഒരു രാജ്യം പോലും തിരിച്ച് ആക്രമിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്, ചെറിയ സംഭവമൊന്നുമല്ല. അതിൻ്റെ കാര്യം ഇറാനുമായിട്ടൊരു യുദ്ധത്തിന് ആർക്കും താല്പര്യമില്ല. ലോകത്തിലെ ഒരു രാജ്യവും അമേരിക്കയോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാനുമായിട്ട് യുദ്ധം ചെയ്യണം എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരൊക്കെ ഭയപ്പാടിലാണ് നിൽക്കുന്നത്. അതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇറാൻ വല്ലാത്ത രീതിയിൽ വിഷണ്ണമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്.
മതം പൊട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവരുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു, 160ഓളം കുട്ടികളെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഇറാനികളുടെ രക്തത്തിന് ഞങ്ങൾ മറുപടി പറയും എന്ന് പറയുന്ന വാക്കുകളും പ്രയോഗങ്ങളും ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ട് ഇറാൻ്റെ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി പ്രയോഗിക്കുമ്പോൾ അതിന് ലോകം പേടിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ആ പേടിയിലേക്ക് തലവെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യ ഭരണാധികാരികളും തയ്യാറാവുന്നില്ല എന്നുള്ളിടത്താണ് ഇറാൻ പിന്നെയും വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. അമേരിക്ക പോലും പകച്ചു നിൽക്കുന്ന സമയത്ത് പിന്നെ ഏത് രാജ്യമാണ് ഇറാനെതിരെ ശബ്ദിക്കാനുള്ളത് എന്നുള്ളതും ഇവിടെ ആലോചിക്കേണ്ടതാണ്.